ഹലോ ഗൈസ്. അപ്പം എൻ്റെ ഇൻട്രോ ഒക്കെ എനിക്ക് തന്നെ ചിരി വരും. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് പുന്നയാർ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇടുക്കിയിലെ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്താണ് ഇതുള്ളത് കേട്ടോ. ഈ കഞ്ഞിക്കുഴിയല്ല, ഈ റൂട്ടിൽ കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട്. നമ്മൾ ആനച്ചാടിക്കുത്തുണ്ട്, തൊമ്മൻകുത്തുണ്ട്, കാറ്റാടിക്കടവുണ്ട്, പിന്നെ നാട്ടിപ്പോൾ ഈ അവിടുന്ന് കുറച്ചുകൂടി പോയ ഈ പുന്നയാർ വെള്ളച്ചാട്ടമുണ്ട്. അങ്ങനെ ആ ഒരു റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കറങ്ങാനുള്ള സെറ്റപ്പൊക്കെ അവിടെ. ഞങ്ങളുടെ ഒരു ടീമായിട്ടുള്ള ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ 2 ദിവസത്തെ ട്രിപ്പിന് ഇറങ്ങിയതാണ് ആക്ച്വലി. അപ്പം അങ്ങോട്ടേക്കുള്ള റൂട്ട് ഞങ്ങളുടെ ട്രിപ്പ് ശരിക്കും ഞങ്ങൾ ബൈസൺ വാലിക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ നൈസിൽ റൂട്ട് വളച്ചൊടിച്ച് ഈ റൂട്ടിൽ കൂടെ ആക്കി. ഞങ്ങളിപ്പോൾ രാവിലെ കൊട്ടാരക്കരയിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന റൂട്ട് തിരുവല്ല പാലയിൽ നിന്ന് നേരെ തൊടുപുഴയിൽ നിന്ന് ഈ വണ്ണപ്പുറമൊക്കെ വഴിയാണ് വന്നത്. നമ്മൾ കഞ്ഞിക്കുഴി ജംഗ്ഷനിലാണ് ഉള്ളത്. നമ്മൾ വന്ന ഇവിടുന്ന് ആനച്ചാടിക്കുത്ത് റൂട്ടിൽ നിന്നാണ് വന്നത്. ഈ കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ വന്നിട്ട് നമ്മൾ പുന്നയാറാണ് പോകുന്നത് കേട്ടോ. അതാണ്ട് ഇവിടെ ഒരു കുഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതാണ്ട് സെൻറ്റ് മേരീസ് കത്തോലിക്ക പള്ളിയുടെ ഒരു ബോർഡുണ്ട്. അതിനകത്തുനിന്ന് പുന്നയാർ വെള്ളച്ചാട്ടം നിന്ന് ഒരു പള്ളിയുടെ ബോർഡ്, ഞാൻ പള്ളി ഏതാന്ന് നോക്കിയില്ല, ആ ബോർഡ് വെച്ചിട്ടുണ്ട്. ആനച്ചാടിക്കുത്ത് സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ ലെഫ്റ്റിലേക്കാണ് ഒരു കയറ്റമാണ്. അപ്പം ഞങ്ങൾ താണ്ട് ആ കയറ്റമാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കും. കൂടെ വന്നവർക്ക് വഴി തെറ്റും. ഇവിടെ എല്ലാം ഫുള്ള് വരുന്ന വഴി മൊത്തം കയറ്റത്തിൻ്റെ കളിയാണ്. ഒന്ന് സൈറാ മാപ്പ് ഇത് തന്നെയാണോ? പിന്നെ മാപ്പ് വേണ്ടേ, അറിയണ്ടേ? ബോർഡ് വെച്ചെന്ന് പറഞ്ഞ കാര്യമില്ല. അതുകൊണ്ടേ പുന്നയാർ ഇവിടെ 2.5 കിലോമീറ്ററാണ്. റോപ്കോൺ വ്യൂ പോയിന്റ് പുന്നയാർ വാട്ടർ. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് കുറച്ച് ദൂരം നടക്കണം. വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലം തിരിച്ച് വീഡിയോയുടെ അവസാനം കാണിക്കാം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് നേരം ക്യാമറ ഓൺ ആക്കിക്കോളൂ. പിന്നെ അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേന് ചാർജ് തീർന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ വീഡിയോ കാണിക്കാം. ഇതിൻ്റെ വ്യൂ ദൂരെ നിന്നാണ് നല്ലത് കേട്ടോ കാണാൻ. ശരിക്കും വണ്ടി വെച്ചിട്ട് ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഞങ്ങൾ പോയത് ഈ നവംബർ 2nd വീക്കാണ്. അപ്പം എന്താണ് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ ആയിരുന്നു. ഭയങ്കര ആൾക്കാരായിരുന്നു. ഭയങ്കര റഷായിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ വർക്കിംഗ് ഡേയ്സിലൊന്നും ഇത്രയും ആളില്ലെന്നാണ്. പിന്നെ ഞാൻ ഇത് കുറേ നാളായി കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി. പിന്നെ എനിക്കിപ്പോൾ പോയപ്പോൾ തോന്നിയത് അന്ന് നടക്കാത്ത കാര്യമായി. ഇതിന് മുന്നുള്ള വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്ന ഭയങ്കര വെള്ളം വരുന്നതാണ്. അതിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കാൻ പോലും പറ്റത്തില്ല. നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞത് അവർ ശരിക്കും അവിടെ പോലും ഇറങ്ങാൻ പോലും പറ്റാതെ അവർ ദൂരെ നിൽക്കുമ്പോൾ തന്നെ ക്യാമറയിൽ ഇതിലൊക്കെ വെള്ളം വന്ന് തെറിക്കുകയും ഭയങ്കര വഴുക്കലുമായിരുന്നു എന്നാണ്. പക്ഷെ നമ്മൾ പോയപ്പം നമുക്ക് ഏത് വെള്ളച്ചാട്ടത്തിൽ പോയാലും മെയിനൊരു സംഭവം എന്ന് വെച്ചാൽ ഇറങ്ങി പൂണ്ട് വിളയാടുക എന്ന് പറഞ്ഞൊരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ പോയപ്പം വെള്ളം വലിയ ഫോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അതിഭീകരമായ ഒരു സംഭവമൊന്നുമില്ലായിരുന്നു. നമ്മളവിടെയൊക്കെ ശരിക്കും കിടന്ന് അർമാദിച്ചു. വീഡിയോസ് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ശരിക്കും ഭയങ്കര രസമായിരുന്നു. ഇവിടെ താഴെ നിന്ന് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് മുകളിലേക്കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അവിടുത്തെ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ ആദ്യം ചെന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ നിന്നെടുത്ത് അവർ നമ്മളടുത്ത് പറഞ്ഞ് ഇതിലേക്കൂടെ പോകണേ കുറച്ച് ദൂരം നടക്കണം, വേറെ അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്, വണ്ടി കുറച്ചുകൂടെ കൊണ്ടുപോകാം. പിന്നെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടോട്ട് ഇറങ്ങുന്നിടത്തും അവിടെയും ആൾക്കാരുണ്ടായിരുന്നു. അവിടെ എന്തോ എനിക്ക് തോന്നുന്നു ഈ വെള്ളച്ചാട്ടം അവിടുത്തെ എന്തോ ഒരു പൗരസമിതി അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ചേട്ടന്മാരൊക്കെ വലിയ കാര്യമായിരുന്നു. ഞങ്ങൾ ഈ പാറയുടെ അവിടെയൊക്കെ വലിഞ്ഞ് പിടിച്ചൊക്കെ കയറുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു വെള്ളം വീഴുന്നിടത്ത് പോയി ഇരിക്കരുതേ എന്ന് പറഞ്ഞായിരുന്നു. അത് ആദ്യം നമ്മളത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ മനസ്സിലായത് മണ്ടയിൽ കുഞ്ഞു കമ്പുകൾ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ദേഹത്തോട്ട് വന്ന് അടിക്കാൻ പറ്റും. അപ്പം നൈസിലങ്ങ് എഴുന്നേറ്റ്. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇത് നമുക്ക് അതിൻ്റെ പാറയുടെ സൈഡിൽ കൂടെ നിന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കയറി നിൽക്കും. ഇവിടെ നിന്നാലും ഭയങ്കര രസമാണ്. ശരിക്കും വെള്ളത്തിൻ്റെ തുള്ളി വന്നിട്ട് നമ്മുടെ ദേഹത്ത് വീണുകൊണ്ടിരിക്കും. നമുക്കിങ്ങനെ ഫ്രണ്ടിൽ കാണാം. അപ്പുറത്തൊക്കെ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ഒരു കാഴ്ച നല്ല രസം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ വെള്ളം വീഴുന്നതിൻ്റെ അടിയിലൂടെ പോയിട്ട് നിൽക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്.
ഇടുക്കിക്കാരുടെ മിനി ആതിരപ്പള്ളി എന്നൊക്കെയാണ് കേട്ടോ ഈ സ്ഥലത്തിന് പറയുന്നത്. പോയി കണ്ടില്ലെങ്കിൽ ശരിക്കൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒരു സ്ഥലത്താണ് വണ്ടി പാർക്ക് ചെയ്ത കേട്ടോ. ആണ്ടേ ഇങ്ങനൊരു സ്ഥലത്ത് ഒരു റബ്ബറും തോട്ടത്തിനകത്ത്. ഓക്കെ പിടിക്കാതെ എന്താ അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങനൊരു സ്ഥലത്ത്. ഞാൻ ആ റോഡിൽ ഇറങ്ങുന്ന റോഡിലോട്ടുള്ള വഴി കാണിച്ചു തരാം. അത് കുറച്ച് ഓഫ് റോഡാണ്, ടാസ്ക്കാണ്. പക്ഷെ ഞങ്ങളുടെ പുലിക്കുട്ടി എൻ്റെ ഓർക്ക് അടിവശം നോക്കിയില്ലേ, അടിവശം തട്ടും. കുറച്ച് പൊങ്ങിയിരിക്കുന്ന കല്ലൊക്കെ ഉണ്ട്. നമ്മൾ വന്നപ്പോഴല്ലേ ഇവരും വന്നത്. മാത്രം ഇപ്പോൾ 2 കട്ടയാടാ കണ്ടോ. വേണ്ട വേണ്ടടാ. കുറച്ച് വണ്ടി നല്ല പവറൊക്കെ ഉണ്ട്. ഈ അടി തട്ടുമെന്നുള്ള പേടിയേ ഉള്ളൂ, കുത്തനെ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു ഡീവിയേഷനും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ താണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനൊരു വഴി കാണും. അതിൽ ഈ താഴോട്ടുള്ള വഴി പോകണം. നമ്മൾ അങ്ങനെ ഒരു വഴിയിൽ നിന്നാണ് കയറി വരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ടേ ഇതാണ്ടോ താഴെന്ന് വണ്ടി കയറി വരുന്നുണ്ടോ, ഇങ്ങോട്ടേക്ക് എടുക്കണം കേട്ടോ. ഈ താഴേക്ക് മുകളിലും പാർക്ക് ചെയ്യാം. പക്ഷേ കുറേ നടക്കാറുണ്ട്. ഈ വഴി പോയാൽ തന്നെ ഒരു 500 മീറ്റർ അപ്പുറത്ത് നമ്മൾ വണ്ടി വെക്കുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് വീണ്ടും കുറേ നടക്കാറുണ്ട്. ഓക്കെ, ഞാൻ ആ വഴി കാണിച്ചു തരാം. ഈ വെള്ളം ഒഴുകിയിട്ട് ആ താഴോട്ട് പോയിട്ട് നമ്മളാ കുളിച്ചെടുത്തുള്ള ഇതായിരുന്നു. കാറൊക്കെ ഇവിടെ
പാർക്ക് ചെയ്യുന്നത്. ഇത് ടാറിട്ട റോഡെടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് കാറുകളൊന്നും കൊണ്ടുപോയിട്ടില്ല. കാറൊക്കെ തന്നെ വിട്ടിട്ടേക്കുന്നത്. അത് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തായിരിക്കും. ഈ വെള്ളം താഴോട്ട് പോകുന്നത് അറിയുന്നതാണ്. ഞങ്ങൾ ആ റോഡിൽ നിന്നാണ് വന്നത് മാപ്പ് ഇട്ടിട്ട്. കണ്ടുണ്ടോ? ഈ ഒരു പാലം കയറിയിട്ട് ഈ ഒരു പാലം കയറുക തണ്ട് ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. അടിക്കും പഞ്ചറല്ല, കാറ്റ് കുറവായിരിക്കും. അല്ല, നമ്മൾ ഇന്ന് കയറിയതിന് ശേഷം ഇവന്മാർ പറഞ്ഞേ. കഞ്ഞിക്കുഴി കട ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ വെള്ളം